അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിലാണ് സൈബർ പോലീസിന്റെ നടപടി. ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വീഡിയോ രാഹുൽ ഈശ്വറിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ടു. സാറേ എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്താ അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനെ എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? എന്നാ ശരി. ഇറങ്ങി ലാപ്ടോപ്പ് ഓഫീസിലാണ്, ടെക്നോ പാർക്ക്. ഇന്ന് അടപ്പാ ഇന്ന്. സാർ ഹലോ, ഞാൻ എന്താണ് വൈദ്യപരിശോധനയ്ക്കായി രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. വ്യാജ പരാതിയെന്ന് രാഹുൽ ഈശ്വർ 24-നോട് പറഞ്ഞു. മെൻസ് കമ്മീഷന്റെ ആവശ്യമുണ്ട്. രാഹുലിനെ സപ്പോർട്ട് ചെയ്യേണ്ട ദേഷ്യമാണ് മെൻസ് കമ്മീഷൻ. ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടില്ല, ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. ഇത് വ്യാജ പരാതിയാണ്, വ്യാജ പരാതിയാണ്. ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. നമ്മുടെ മകനും അച്ഛനും ഒക്കെ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ദയവായി ശ്രദ്ധിക്കുക, നിങ്ങൾ, നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല, കള്ളം പറയുവാണ്, കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. മെൻസ് കമ്മീഷന്റെ ആവശ്യം ഇതുകൊണ്ടാണ്. ഞാൻ ആ പെൺകുട്ടിയുടെ ഫോട്ടോ പങ്കുവച്ചു, പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നാണ് പറഞ്ഞത്. പച്ചക്കള്ളമാണ്, ഒരു വ്യാജ കേസാണ്. ആ വ്യാജ പരാതിക്കാരിക്കെതിരെ ഞാൻ പരാതി കൊടുക്കും, ജാമ്യം കിട്ടിയ. അതുകൊണ്ട് വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് എടുത്ത് നോക്കുക, വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്ക്. ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. പുതിയ വിവരങ്ങൾ ശ്രീധർ. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിൽ തന്നെ AR ക്യാമ്പിൽ ചോദ്യം ചെയ്യലിലെത്തുകയായിരുന്നു. സൈബർ DCPയുടെ നേതൃത്വത്തിൽ ഇവരെ ചോദ്യം ചെയ്തു. രാഹുലിനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൃത്യമായി ആദ്യം അവൈലബിൾ ഒഫൻസുകളൊക്കെയാണ് ചാർജ് ചെയ്തതെങ്കിൽ പിന്നീട് 75(1) 4 വകുപ്പ് കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു സാഹചര്യം. നോൺ വെയിലബിൾ ആണ് ഈ കേസ്. അതിനെ തുടർന്നാണ് വൈദ്യപരിശോധന നടത്തുകയും നാളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ സ്വന്തം ജാമ്യത്തിൽ, അതായത് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടും എന്നുള്ളതാണ് ലഭിച്ച വിവരമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരത്തെ തുടർന്നാണ് അത്തരത്തിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തതും. നോൺ വെയിലബിൾ ആയതുകൊണ്ട് തന്നെ നാളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി. വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളോടക്കം, താൻ ഒരു തെറ്റും ചെയ്തില്ല, മനഃപൂർവ്വം തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഇരയായ പെൺകുട്ടിയുടെ ഫോട്ടോയോ വീഡിയോ ഒന്നും തന്നെ ഒരു തരത്തിലും താൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ പരിശോധിക്കണം, മെൻസ് അസോസിയേഷൻ വേണം, ഇതാണ് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് തിരികെ ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. നാളെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. ശരി, ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.